നമസ്കാരം. നടൻ കൃഷ്ണകുമാറിനെതിരായ കേസിൽ കൃഷ്ണകുമാറിന്റെയും സ്ഥാപനത്തിലെ ജീവനക്കാരുടെയും പരാതികൾ SHOയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കും. കടയിലെ കണക്കുകളിൽ ആദ്യം ഓഡിറ്റിംഗ് നടത്തും. സർക്കാർ സ്ഥാപനമോ പോലീസിന്റെ മേൽനോട്ടത്തിൽ സ്വകാര്യ സ്ഥാപനമോ ആയിരിക്കും ഓഡിറ്റിംഗ് നടത്തുക. ദിയ കൃഷ്ണകുമാറിന്റെ കടയിലെ ജീവനക്കാരികൾ 69 ലക്ഷം രൂപ അപഹരിച്ചെന്ന പരാതിയാകും ആദ്യം അന്വേഷിക്കുക. തട്ടിപ്പ് നടന്നുവെന്ന് തന്നെയാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. സാമ്പത്തിക അപഹരണം നടന്നിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതേസമയം കൃഷ്ണകുമാർ പോലീസിനെ സമീപിക്കാതെ സ്ത്രീകളുമായി വിലപേശിയതിൽ തെറ്റുണ്ട് എന്ന് പോലീസ് ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ മാസം 29, 30 തീയതികളിലെ കവടിയാർ മുതൽ അമ്പലമുക്ക് വരെയുള്ള CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതിനിടെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ ജീവനക്കാർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന ആരോപണത്തിൽ തെളിവുകളെന്ന് അവകാശപ്പെടുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ട് കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു കൃഷ്ണകുമാർ അന്വേഷണത്തിന് പുതിയ തലം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ വെച്ച് അഹാന കൃഷ്ണയാണ് OBOC എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നത്. ജീവനക്കാരുടെ പരാതിയിൽ ഭർത്താവ് കൃഷ്ണകുമാറിനും മകൾക്കുമെതിരെ കേസെടുത്തതിന് പിന്നാലെയാണ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അഹാന വനിതാ ജീവനക്കാരെ ചോദ്യം ചെയ്യുന്നതും അവർ കുറ്റം സമ്മതിക്കുന്നതും ഒരു വീഡിയോയിൽ കാണാൻ സാധിക്കും. ജീവനക്കാരുടെ ഭർത്താക്കന്മാരെയും വീഡിയോയിൽ കാണാം. ഓഗസ്റ്റിൽ പണം തട്ടിയെന്ന് ഇവർ സമ്മതിക്കുന്നുണ്ട്. തെറ്റുപറ്റിയെന്ന് ഇവർ തന്നെ പറയുന്നതും കേൾക്കാം. QR കോഡ് സ്കാനർ മാറ്റി വെച്ചതായും ഇവർ തന്നെ പറയുന്നുണ്ട്. പണം കിട്ടിയാൽ 3 പേരും വീതിച്ചെടുക്കുമെന്നും ഇവർ സമ്മതിക്കുന്നുണ്ട്. പണമായിട്ട് മാത്രം 40,000 രൂപയോളം മോഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് വീഡിയോയിൽ ജീവനക്കാരിൽ ഒരാൾ പറയുന്നത്. കള്ളക്കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി 5 ലക്ഷം രൂപ ദിയ കൈപ്പറ്റിയെന്ന് കഴിഞ്ഞ ദിവസം ജീവനക്കാർ ആരോപിച്ചിരുന്നു. പിന്നാലെയാണ് ദിയയുടെ കുടുംബം വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്. ശനിയാഴ്ചയാണ് കൃഷ്ണകുമാറിനും മകൾ ദിയ കൃഷ്ണയ്ക്കുമെതിരെ പോലീസ് തട്ടിക്കൊണ്ടുപോകലിന് കേസെടുത്തത്. ദിയ കൃഷ്ണകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള OBOC എന്ന ആഭരണക്കടയിലെ ജീവനക്കാരുടെ പരാതിയിലായിരുന്നു ഇത്. അതേസമയം ദിയയ്ക്ക് ഇതൊരു യൂട്യൂബ് കണ്ടന്റ് മാത്രമാണെന്നാണ് ഇവർ പറയുന്നത്. മാത്രമല്ല, ജാതിയുടെ പേര് പറഞ്ഞ് അധിക്ഷേപിച്ചതിനാൽ തന്നെ ജോലിയിൽ നിന്ന് ഇറങ്ങാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും പരാതിക്കാരായ വനിതാ ജീവനക്കാർ ആരോപിച്ചു. 3 കാറിലായി തങ്ങളെ കയറ്റി CCTV ക്യാമറ ഇല്ലാത്ത വേറെ ഒരു ഓഫീസിൽ കൊണ്ടുപോയി. അവിടെ 10ഓളം പേർ ഉണ്ടായിരുന്നു. തങ്ങളുടെ എല്ലാം ഫോൺ പിടിച്ചു വാങ്ങുകയും ചെയ്തു. തങ്ങൾക്കെതിരെ വധഭീഷണി വരെ ദിയ മുഴക്കി. പോലീസാണെന്ന് പറഞ്ഞ ഒരാൾ വന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. ദിയയുടെ ഡെലിവറിക്ക് ശേഷം ജോലിയിൽ നിന്ന് ഇറങ്ങാനാണ് നിന്നത്. പക്ഷേ ഒരു പ്രത്യേക തരം സ്വഭാവമാണ് ദിയയ്ക്കുള്ളത് എന്നും എല്ലാ കാര്യത്തിലും തങ്ങളുടെ വീട്ടുകാരെ വലിച്ചിഴയ്ക്കുകയായിരുന്നുവെന്നും ഇവർ പറയുന്നുണ്ട്. ജാതിയുടെ പേര് പറഞ്ഞ് അധിക്ഷേപിച്ചതിനാൽ ജോലിയിൽ നിന്നിറങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു. മെയ് 30-ാം തീയതി തങ്ങൾ 3 പേരെയും ഒരു റൂമിൽ ദിയയും കുടുംബവും പൂട്ടിയിട്ടു. എന്നിട്ട് തങ്ങളുടെ ഭർത്താക്കന്മാരോട് പണം കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് സ്വർണം പണയം വെച്ച് 8 ലക്ഷം രൂപ നൽകുന്നത്. ദിയയാണ് തങ്ങളുടെ അക്കൗണ്ടിൽ പണം വാങ്ങാൻ പറഞ്ഞത്. ശേഷം അത് ദിയയ്ക്ക് എടുത്തു കൊടുക്കാറാണ് പതിവ്. നികുതി പ്രശ്നം മൂലമാണ് ഇങ്ങനെ ചെയ്തത്. തങ്ങൾ ജോലി നിർത്തിയപ്പോഴാണ് ഇത്തരമൊരു പ്രശ്നവുമായി ദിയ വരുന്നത്. 1 വർഷമായി തങ്ങൾ ജോലി ചെയ്തപ്പോൾ ഈ പ്രശ്നം ദിയയ്ക്ക് ഇല്ലായിരുന്നു എന്നാണ് പരാതിക്കാരായ വനിതാ ജീവനക്കാർ ആരോപിക്കുന്നത്. എന്നാൽ ഇത് തെളിയിക്കാനുള്ള ഒന്നും ഇവരുടെ കയ്യിൽ ഇല്ല. ദിയ ഭീഷണിപ്പെടുത്തിയതിന് തെളിവായി അവർ പുറത്തുവിട്ട ഓഡിയോകളിലും വീഡിയോകളിലും പോലും സാമ്പത്തികാപഹരണം സമ്മതിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ദിയയുടെയും ജീവനക്കാരുടെയും അക്കൗണ്ടുകൾ പരിശോധിക്കാനാണ് തീരുമാനം. ഇത് സംബന്ധിച്ച ബാങ്കുകൾക്ക് പോലീസ് കത്ത് നൽകി. കേസിൽ കൂടുതൽ അന്വേഷണം ആവശ്യമായി വരും. ഇരു വിഭാഗവും പരാതി നൽകാൻ വൈകിയതിലെ കാരണവും പോലീസ് അന്വേഷിക്കും.